ബസ് ചാർജ്. ഓക്കെ. ഓട്ടോറിക്ഷ. അയ്യോ 10 രൂപ. അതും ഓക്കെ. പക്ഷേ ഈ 3 രൂപ എവിടെ പോയി? ആ 3 രൂപ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. അത് പറ്റിയല്ലോ. എവിടെ പോയി അറിയണ്ടേ? അയ്യോ ഇത് എന്തിനെങ്കിലും ചെലവായി കാണും. ചെലവായതിന്റെ അല്ല, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. ഇതേന്ന് ബാങ്കിൽ പോണ്ടേ? കുളിമുറിയിൽ വെള്ളം കോരി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ടാവും അളന്ന് കളയിലൊക്കെ. ഉണ്ണേട്ടാ. ഓ എടി, എന്നാലും ആ 3 രൂപ ഞാൻ അറിയാതെ പോകാൻ പാടില്ലല്ലോ. നിനക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഉണ്ട് ഒരു പിശുക്കൻ. ആ 3 രൂപ എവിടെ പോയെന്ന് എത്ര ആലോചിച്ചിട്ടും അത് ഇതുവരെ വിട്ടില്ലേ? കഷ്ടം. ഞാൻ തരാം 3 രൂപ. അതിന്റെ അല്ല, ആ രൂപ എവിടെ പോയിന്നൊന്ന് അറിയണ്ടേ? എടേ, നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാൻ വെറും ഒരു പിശുക്കനാണ്. അല്ല, ആണെങ്കിലേ നീ ഇപ്പൊ ഇടാറുള്ള മാതിരിയുള്ള വേഷവും പൂഷവും ഒന്നും ഇടുകയല്ല. വീട്ടുചെലവിന് വേണ്ടി മാത്രം മാസം 1000 രൂപ ഞാൻ കൊടുക്കുന്നുണ്ട്. അല്ല, നിനക്കിവിടെ എന്തെങ്കിലും കുറവുണ്ടോ? കുറവൊന്നുമില്ല. ആ പിന്നെ മിണ്ടാണ്ടിരി. പക്ഷേ എന്തോന്ന് പച്ചേ? പറ. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം 3 ആയി. മനസ്സിലായി. നീ പറഞ്ഞു വരുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായി. ഈ ഉണ്ണേട്ടിനെ കൊണ്ട് തോറ്റു. എടി, ആ 3 രൂപ ഞാൻ ഹെഡ് ഓഫീസിലെ പ്യൂണിന് ചായ കുടിക്കാൻ കൊടുത്തതാ.